അടുത്തത് ശൈത്യ എന്ന് പറയുമ്പോ എനിക്ക് എപ്പോഴും ഓർമ്മ വരാം മറ്റേ ഒരു പരിപാടിയിൽ ചെന്നിട്ട് അമ്മയും മോളും കൂടെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ. അതിന് മുമ്പ് നമ്മള് ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ എടുത്തിട്ടില്ല, നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ. ഇപ്പൊ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് നന്ദകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന മലയാള സിനിമകൾ മൊത്തം പുള്ളിയുടെയാണ്. അങ്ങനെയുള്ള ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ ഒരു പടം നമ്മൾ ഇതിനു മുമ്പ് ഓഡിയോ ലോഞ്ചിന് എന്താ പോയപ്പോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇതുവരെ പടം തിയേറ്ററിൽ വന്നിട്ടില്ല. ആ സമയത്ത് നമ്മൾ ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. ശരിയാ. അപ്പൊ ശൈത്യയുടെ പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ ശൈത്യ ഈ അടുത്ത് മറ്റേ ഒരു പരിപാടിയിൽ വന്നിട്ട് അമ്മയും മോളും കൂടെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമായിരുന്നു. അപ്പൊ ശൈത്യ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. കുറെ ലോ പോയിന്റ്സ് ഇവിടെ നമുക്ക് ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ബിന്നി ഡോക്ടറാ. അതെ, ബിന്നി മെഡിസിൻ ചൈനയിൽ മെഡിസിൻ പഠിച്ചതാണ്. അതെ, ഒരു ഡോക്ടർ ഉണ്ട്, സ്റ്റൈലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തല്ലേ അല്ല, അഡ്വക്കേറ്റും കൂടി ആകുമ്പോഴൊരു വാദിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റൈലിസ്റ്റ്, ഡോക്ടർ, അഡ്വക്കേറ്റ്, ആങ്കർ, പിന്നെ റന എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ പല ടൈപ്പുള്ള ആൾക്കാർ, എഴുത്തുകാരുണ്ട്, അങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാരാണ് വന്നേക്കണത് അല്ലേ. അപ്പോ ശൈത്യ എന്താണ്, അപ്പൊ നമുക്ക് ശൈത്യ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ താരം. അല്ല, സംഭവം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അച്ചീവ്മെന്റ് ആണ് ആലോചിക്കുന്നത്. ഒരു പെട്ടെന്ന് വന്നു അങ്ങ് അടിച്ചു കയറി ഇപ്പൊ ബിഗ് ബോസിൽ ആളുടെ പേര് പറയാൻ നമ്മൾ പറഞ്ഞുപോയി, രേണുസുതി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ആള് എന്തായിരിക്കും അവസ്ഥ. പക്ഷെ ഈ രേണുസുതിയുടെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ, നമ്മൾ അലിൻ ജോസ് പെരേരനെ ഒന്ന് ഓർക്കേണ്ടതായിട്ട് വരും. കാരണം രേണുസുതി വന്നിട്ട് ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ 6-8 മാസം എന്തോ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഈ പറയുന്ന ആളുടെ റീച്ച് ഭയങ്കര ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പോൾ ഈ അലിൻ ജോസ് പെരേരയായിട്ട് 3-4 റീൽസ് കാര്യങ്ങൾ ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു, ആൽബം ചെയ്തു, ഇന്റർവ്യൂസ് ചെയ്തു. പിന്നെ സുധി മരിച്ചതിന്റെ ആണ്ടെന്തോ വന്നിരുന്നു. അവിടെ ഈ പറയുന്ന അലിൻ ജോസ് പെരേരയുടെ ഒരു സാന്നിധ്യം ഭയങ്കര ഇതായിരുന്നു. രേണുസുതിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷന്. ഈ പറയുന്ന അലിൻ ജോസ് പെരേര ബിഗ് ബോസിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കോമാളിത്തരങ്ങൾ മൊത്തം കാണിച്ചെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയാറ്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട്. പക്ഷെ അലിൻ ജോസ് പെരേരയുടെ ഒരു സ്ഥാനത്തേക്ക് രേണുസുതി കയറി പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ രേണുസുതി അങ്ങനെ ബിഗ് ബോസിൽ കയറണം എന്നാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യണം. രേണു അത് ചെയ്തു. ആള് നല്ല സ്ട്രാറ്റജി ആയിട്ട് എല്ലാം ചെയ്തു, എല്ലാം ക്ലീൻ ആക്കി, വേണ്ട സപ്പോർട്ട്സും കിട്ടി, നെഗറ്റീവ്സിനും അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്ത് എല്ലാം ചെയ്തു. പക്ഷെ ഒരുപാട് ഓഡീഷൻസ് ഉണ്ട് ബിഗ് ബോസിൽ കയറണം. അത് ഈ പറയുന്ന ആളും ഈ പറയുന്ന അലിൻ ജോസ് പെരേരയും അതിനനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ ആൾക്കും കിട്ടിയേനെ. ഓഡീഷനിൽ പോയല്ലേ. ഈ രേണുസുതി എന്നുള്ളൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫേമസ് ആയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അലിൻ ജോസ് പെരേര ആയിരിക്കും ഈ ഒരു ആൾക്ക് പകരം. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. കാരണം സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി പോവില്ല എന്ന് എന്തായാലും പുള്ളിനെ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഈ തവണയും വിളിച്ചിട്ടുണ്ട്. പുള്ളി ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോവില്ലാന്ന്. പക്ഷെ ഈ അലിൻ ജോസ് പെരേര എന്നുള്ള വ്യക്തി രേണുസുതിക്ക് പകരം എന്തായാലും വന്നേനെ, ഉറപ്പുള്ള. എനിക്ക് പ്രതീക്ഷയില്ല. കാരണം നമുക്ക് അറിയത്തില്ല, ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓഡീഷനും എൻട്രി വരുന്നുണ്ട്. മലയാളികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും അലിൻ ജോസ് പെരേര ബിഗ് ബോസിൽ വരാണെങ്കിൽ. ഒരുപാട് ഫണ്ണായിട്ടുള്ള സംഭവങ്ങൾ എന്തായാലും പുള്ളിക്ക് ചെയ്യാൻ പറ്റും. അല്ല, അത് എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഇതാണ്, വരാതിരിക്കും നല്ലത്. അല്ല, മലയാളികൾക്ക് എന്റർടൈൻമെന്റ് കിട്ടും, കുറച്ച് നല്ല ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ. ബിഗ് ബോസ് തന്നെ പൂട്ടി പോകാൻ ചാൻസ്. അല്ല, ഒരാഴ്ച മതി അവർക്ക്. നമുക്ക് ബിഗ് ബോസ് പൂട്ടി പോവാണ്. രജിത് കുമാറിന്റെ എപ്പിസോഡ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് റെസ്റ്റ് കിട്ടും ആളുകൾക്ക്. സോഷ്യൽ മീഡിയ, അതെ, എല്ലാരും പിന്നെ TV കണ്ടോളല്ലോ. അവിടെ സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ TV-ലോട്ടായിട്ടുണ്ട്. എല്ലാവരും ഇനി അത് കണ്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. ശരിയാ, ഫോൺ ഉപയോഗം കുറയ്ക്കാം എല്ലാവർക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ല, ഇപ്പൊ ഫോണിൽ ഹോട്ട്സ്റ്റാറിലാണ് എല്ലാവരും ഭൂരിഭാഗം ആളുകൾ കാണുന്നത്. പക്ഷെ അപ്പൊ അവള് ഫോൺ ഉപയോഗം കുറയത്തില്ലല്ലോ. എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തോ ഇത് രേണുസുതി ഭയങ്കര ഒരു
അച്ചീവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ. വെറും 6-7 മാസം കൊണ്ട് ബിഗ് ബോസിൽ കയറാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതെ, രേണുവിന്റെ ലാലേട്ടൻ തന്നെ ചോദിച്ചു സോഷ്യൽ മീഡിയ നിറച്ച രേണു താങ്കളാണല്ലോ. അല്ല, ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോ വിചാരിച്ചു ശരിക്കും അലിഞ്ചോസ് പെരേരയാണ് ഇരിക്കുന്ന. അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അലിഞ്ചോസ്, സത്യം പറഞ്ഞ കേരളത്തിൽ ഇത്ര റീച്ചുള്ള ഒരു വ്യക്തി അറിയില്ല. പക്ഷേ രേണു ഇപ്പൊ എന്താ പറയാ, മെയിലില് അലിഞ്ചോസ് ആണെങ്കിൽ ഫീമെയിൽ എപ്പോഴും രേണുസുതിയാണ് ഇപ്പൊ നിൽക്കുന്നത്. ആൻഡ് രേണുസുതിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണുസുതി അറിയില്ല, മേ ബി പണി പാളാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാല് സെന്റി സുധിച്ചേട്ടന്റെ ആ ഒരു സെന്റി പിടിക്കുമ്പോ ചിലപ്പോ അത് ഒരു നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, കേറി വരുന്ന സമയത്തിന് അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ പല പോസ്റ്റുകളും കമന്റ്സും കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി തന്നെ പിടിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് പണി വാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ശാരിക അവിടെ ഉണ്ട്, ശാരിക രേണുസുധിന്ന് നല്ല എടുത്ത് അലക്കിയ ഒരാളാണ്. പിന്നെ ബാക്കി എല്ലാവരും ഈ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും ഒരുപാട് ഹേറ്റേഴ്സ് രേണുവിന് ഉള്ളതുകൊണ്ടും മേ ബി അവിടൊക്കെ അത് റിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സ്ട്രോങ് ആയി നിന്നേ പറ്റൂ. ആ വീക്ക് ക്യാരക്ടറോ അല്ലെങ്കിൽ സെന്റിയോ പിടിച്ചാൽ പെട്ടെന്ന് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടാവും. എന്തായാലും നമുക്കറിയില്ല, രേണുസുധിക്ക് കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട് തോന്നുന്നു. എന്തായാലും 2 ആഴ്ച ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ അംഗങ്ങളും അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസും 2 ആഴ്ച എന്തായാലും ഉണ്ടാവും. 2 ആഴ്ച കൊണ്ട് നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും.